ഈ വാഹനം ആക്സിഡന്റ് ആയിരുന്നു നിങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ അല്ലേ. അപ്പം ആക്സിഡന്റിന് ഉണ്ടായിരുന്ന ഒരു ചെറിയ പ്രശ്നം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ നേരെ മറിച്ച് എൻ്റെ ഈ ഒരു അനുഭവം എന്ന് വെച്ചാൽ തികച്ചും വ്യത്യസ്തമാണ്. ഒരു തവണ ഇൻഷുറൻസ് ഓഫീസിലേക്ക് എസ്റ്റിമേറ്റുമായി നേരിട്ട് പോകണമെന്ന് ഉള്ള ഒരു നിബന്ധന ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഷോറൂമിൽ നിന്ന് എടുക്കുന്നതും പുറത്തുനിന്ന് വേറെ എടുക്കുന്നതുമായി തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഞാൻ ഷോറൂമിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 38,000 രൂപയോളം പറഞ്ഞിരുന്ന ഇൻഷുറൻസ് എനിക്ക് ഏകദേശം പുറത്തുനിന്ന് ഏകദേശം 18,000 രൂപ റേഞ്ചിലാണ് കിട്ടിയത്. അവിടെ തന്നെ ഏകദേശം എനിക്ക് 20,000 രൂപയുടെ ലാഭം ഉണ്ടായി. ആകെ എനിക്കതിൽ ബുദ്ധിമുട്ട് നേരിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി ആക്സിഡന്റ് ആയി ഞാൻ ഷോറൂമിൽ കൊണ്ടുപോയി വണ്ടി വെച്ച ശേഷം അവിടുന്ന് എസ്റ്റിമേറ്റ് ഇട്ട് തന്നു. ഈ എസ്റ്റിമേറ്റും എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസുമായി ഞാൻ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെ കാഞ്ഞങ്ങാട് ഓഫീസിൽ കൊണ്ടുപോയി നേരിട്ട് അപേക്ഷ കൊടുക്കേണ്ടി വന്നു എന്നുള്ളൊരു ഡിഫറൻസ് മാത്രം. അത് ഷോറൂം ഇൻഷുറൻസ് ആയിരുന്നെങ്കിൽ ഷോറൂമിൽ നിന്ന് കൊടുത്താൽ മതി എന്നുള്ളത് മാത്രം. പക്ഷേ എനിക്കുള്ള ലാഭത്തിന് 20,000 രൂപ നോട്ട് ചെയ്തോളൂ. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ വർക്കും കാര്യങ്ങളൊക്കെ ഷോറൂമിൽ നിന്ന് തകൃതിയായി നടന്നു. പെട്ടെന്ന് തന്നെ വണ്ടി ഡെലിവറി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഷോറൂം ടൈപ്പ് ഇല്ലാത്ത ഇൻഷുറൻസ് എടുക്കുവാണെങ്കിൽ ഇപ്പം എൻ്റെ വണ്ടിക്ക് 1,07,000 രൂപയാണ് ബില്ല് വന്നത്. 78,832 രൂപ എനിക്ക് ടോട്ടലി അതിൻ്റെ ക്ലെയിം പാസ്സായി. അപ്പം ഞാൻ ഈ 78,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വരണം എന്നുള്ള രീതിയിലുള്ള പേപ്പേഴ്സും കാര്യങ്ങളും ഇൻഷുറൻസിൽ കൊടുത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നേരിട്ട് പേയ്മെന്റ് അടച്ച് വണ്ടി റിലീസ് ചെയ്തു. നേരെ മറിച്ച് നമ്മൾ ഷോറൂമിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇൻഷുറൻസ് ഓഫീസിൽ കൊടുക്കുന്നതെങ്കിൽ ഡിഫറൻസ് എമൗണ്ട് അടച്ചാൽ മതി. അതായത് 1,07,000 രൂപയാണ് എൻ്റെ ബില്ല് വന്നതെങ്കിൽ 78,832 രൂപ കഴിച്ചിട്ടുള്ള എമൗണ്ട് അവിടെ കൊടുത്താൽ മതി. പക്ഷെ അതിന് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു കൺഫർമേഷൻ മെയിൽ ടൊയോട്ടയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏത് സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലേക്ക് അയക്കണം എന്നുള്ളത് മാത്രമാണ്. അപ്പം ഞാനും ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഷോറൂമിൽ നിന്ന് ഇൻഷുറൻസ് എടുത്ത് അതായിരിക്കും ബെറ്റർ കൺസെപ്റ്റിൽ തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ മെനക്കേടിന് തയ്യാറാണെങ്കിൽ ഏകദേശം 10,000-20,000 രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എല്ലാ ഇൻഷുറൻസ് കമ്പനിയും ഷോറൂം ടൈപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഒരുപാടുണ്ട്. പക്ഷെ ഗൾഫിലുള്ളവരോ അല്ലെങ്കിൽ ലീവ് കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു നോർമൽ ഒരാൾക്കെന്ന് വെച്ചാൽ ഒരു മെനക്കേട് അല്ല, ആക്സിഡന്റ് ഉണ്ടായാൽ മാത്രം ഉണ്ടാകുന്ന മെനക്കേടാണ്. അപ്പോൾ ആ ഒരു മെനക്കേടിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഏകദേശം 20,000 രൂപ എന്നെ സംബന്ധിച്ചിടത്തോളം ലാഭം ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. ഷോറൂം ഇൻഷുറൻസ് എടുക്കുന്നതും പിന്നെ ടൈപ്പ് അല്ലാതെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പക്ഷെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ആണ് ഞാൻ എടുത്തത്. എൻ്റെ ന്യൂ ഇന്ത്യയിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. പേയ്മെന്റ് വന്നത് നമ്മൾ ബില്ല് കൊടുത്തതിന് നെക്സ്റ്റ് ഡേ തന്നെ പേയ്മെന്റ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ രീതിയിൽ ഫുള്ളി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഇന്ത്യ ഇൻഷുറൻസ് എടുക്കണം എന്നല്ല, എൻ്റെ അനുഭവത്തിൽ ന്യൂ ഇന്ത്യയിലാണ് ഏറ്റവും ബെസ്റ്റ് അനുഭവമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ.